അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒബിയിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആൻഡ് വാല്യൂസ് ആണ് പറയാനുള്ളത്. അതായത് പേഴ്സണാലിറ്റി എന്നാൽ ഒരാളെ ഒരു വ്യക്തി മറ്റുള്ളവരോട് എങ്ങനെ പ്രതികരിക്കുന്നു, ഇടപെടുന്നു, പെരുമാറുന്നു എന്നതിൻ്റെ ഒരു ഫോം നോക്കിയിട്ട് മനസ്സിലാക്കുന്ന സാധനമാണ്. അത് എങ്ങനെ അളക്കാന്ന് ചോദിച്ചാൽ സാധാരണ പിന്നെ സെൽഫ് റിപ്പോർട്ടർ സർവേകൾ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ചില തങ്ങൾ യഥാർത്ഥത്തേക്കാൾ നല്ലവരായി അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് ചില സമയത്ത്. അങ്ങനെയൊക്കെ ആകുമ്പം അത് കിട്ടും. പിന്നെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹെറിഡിറ്റി, പാരമ്പര്യം, അല്ലെങ്കിൽ ഒരു 40%. പിന്നെ പരിസ്ഥിതി, എൻവിറോൺമെൻറ്റാണ് 60%. അപ്പോൾ ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും നമ്മുടെ വ്യക്തിത്വത്തിൽ സ്വാധീനിക്കുന്ന 2 സാധനങ്ങൾ. രണ്ടാമതുള്ള MBTI, മൈസ് ബ്രിഗേഴ്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇങ്ങനെ വ്യാപകമായിട്ട് വ്യക്തിത്വ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന സാധനമാണ് MBTI. പ്രധാനമായിട്ട് 4 അളവുകളാണ്. പ്രധാന അളവുകളിൽ എക്സ്ട്രാവേഷൻ ആൻഡ് VS ഇൻട്രോവേഷൻ. ഒന്ന് എക്സ്ട്രാവേഷൻ ആകുമ്പോൾ സാമൂഹിക തുറന്ന സ്വഭാവം, ഇൻട്രോവേഷൻ സാന്ത്വനത്തേക്ക് ഇഷ്ടപ്പെടുന്നു. പിന്നെ ഒന്ന് സെൻസിങ് ആൻഡ് ഇൻറ്റ്യൂഷൻ. അപ്പോൾ സെൻസിങ് ആകുമ്പോൾ യാഥാർത്ഥ്യവും വിശദാംശങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടുള്ള കാര്യമാണ്. ഇൻറ്റ്യൂഷൻ ഭാവനയും അങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു. അങ്ങനെ തിങ്കിങ് ആൻഡ് ഫീലിംഗ്. തിങ്കിങ് ആകുമ്പോൾ വ്യക്തിക്ക് അനുസരിച്ച് തീരുമാനിക്കാം. മറ്റ് വികാരങ്ങളും വ്യക്തിപരമായ മൂല്യങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനം. ഇനി 4ാമത്തെ ജഡ്ജിങ് ആൻഡ് പ്രിസീവിങ്. അങ്ങനെ ക്രമവും ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുക. ഒരാൾ ജഡ്ജ് ചെയ്ത് ചെയ്യുക. മറ്റൊന്ന് സാഹചര്യത്തിനനുസരിച്ചുള്ള പ്രവർത്തനം. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ആത്മബോധം വർദ്ധിപ്പിക്കാനും തൊഴിൽ തിരഞ്ഞെടുപ്പിന് സഹായിക്കാനൊക്കെ സാധിക്കും. പരിമിതി എന്ന് പറഞ്ഞാൽ സ്ഥിരത കുറവാണ്. ജോലി പ്രകടനം കൃത്യമായി പ്രവചിക്കാനാവില്ല. 2 ബിഗ് 5 പേഴ്സണാലിറ്റി മോഡലാണ്. 5 മനുഷ്യത്വത്തിൽ നിൽക്കുന്ന ഏറ്റവും വിശ്വസനീയമായ ഒരു മാതൃകയാണ്. 5 മാതൃകകളാണ്. ഒന്ന് ഓപ്പൺനെസ്, തുറന്ന മനോഭാവം, നല്ല എല്ലാ ആശയങ്ങളും സ്വീകരിക്കുക, പുതിയ ആശയങ്ങൾ. പിന്നെ ഉത്തരവാദിത്വ ബോധം, അതിൽ ക്രമശീലം, വിശ്വാസത, ജോലി പ്രകടനത്തിൽ മികച്ച അങ്ങനെ പ്രവചകൻ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിക്കത്തില്ല. ഉത്തരവാദിത്വ ബോധം. ഇനി എക്സ്ട്രാവേഷൻ, സാമൂഹികത, സംസാരപ്രിയൻ, ആത്മവിശ്വാസം, നേതൃഗുണം. ഇനി അഗ്രീബിയൻസ്, സഹകരണ മനോഭാവം, സൗഹൃദപരത, സഹകരണം, വിശ്വാസം. ഇനി 5ാമത്തെ ഇമോഷണൽ സ്റ്റാബിലിറ്റി, വൈകാരികത, സ്ഥിരത. അപ്പം ശാന്തത, ആത്മവിശ്വാസം, സമ്മർദ്ദക്കുറവ്, ഇതൊക്കെ അതിൽപ്പെട്ടു. പിന്നെ ഡാർക്ക് ട്രൈഡ് പേഴ്സണാലിറ്റി, സംഘടനയിലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന 3 സ്വഭാവങ്ങൾ. ഒന്ന് മെക്കാവിലിയനിസം, ലക്ഷ്യം നേടാൻ എന്തും ചെയ്യാൻ തയ്യാറാവുക, അതിന് മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്തുക. പിന്നെ നാർക്കിസിസം, സ്വയം അന്ത്യന്തം എല്ലാവരെയും കൊണ്ട് പ്രിയപ്പെട്ടവരാണെന്ന് കരുതി ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രശംസ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സാധനമാണ്. ഇനി 3ാമത് സൈക്കോപാത്തി, മറ്റുള്ളവരുടെ വികാരങ്ങൾ പരിഗണിക്കാൻ, മറ്റ് കുറ്റബോധമില്ലായ്മ, സ്വന്തമായിട്ട് ഓരോ സാധനങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ആൾക്കാർ. പിന്നെ മറ്റ് പ്രധാന വ്യക്തിത്വ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ കോർ സെൽഫ് ഇവാലുവേഷൻ, SCE, സ്വയം വിലയിരുത്തുന്ന രീതി. ഉയർന്ന CC എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം, കുറഞ്ഞ രീതിയിൽ ആത്മസംശയം. 2 സാധനങ്ങൾ. സെൽഫ് മോട്ടീവ്, സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാനുള്ള കഴിവ്, സെൽഫ് മോട്ടീവ് തന്നെ. പിന്നെ പ്രൊആക്റ്റീവ് പേഴ്സണാലിറ്റി പറഞ്ഞാൽ അവസരങ്ങൾ കണ്ടെത്തും, മുൻകൈ എടുക്കും അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കും. ഇനി വ്യക്തിത്വവും ജോബ് ഡിസ്കവറിങ്. അപ്പോൾ ഇങ്ങനെ പ്രധാനമായിട്ടുള്ള 3 ജോലി ലഭിക്കാനുള്ള 3 സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കൃത്യമായ പദ്ധതി, അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്ന സ്ഥിരത, അല്ലെങ്കിൽ കൂടുതൽ നെറ്റ്വർക്കിങ്, കൂടുതൽ അഭിമുഖ, പിന്നെ അല്ലെങ്കിൽ പോസിറ്റീവ് അപ്രോച്ച്, ശുഭാപ്തിവിശ്വാസം, ആത്മവിശ്വാസം. 3 കാര്യങ്ങളാണ് ജോലി. പിന്നെ വ്യക്തിത്വവും സാഹചര്യം, സിറ്റുവേഷൻ വലിയ എന്താണ് സിറ്റുവേഷൻ സ്ട്രെങ്ത് തിയറി. അപ്പോൾ സ്ട്രോങ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ, നിയന്ത്രണങ്ങളൊക്കെ കണ്ടെത്തുക, അല്ലെങ്കിൽ വ്യക്തിത്വത്തിൻ്റെ സ്വാധീനം കുറയുക, അല്ലെങ്കിൽ വീക്ക് സിറ്റുവേഷൻ കൂടുതൽ സ്വാതന്ത്ര്യം, വ്യക്തിത്വം കൂടുതൽ പ്രകടനം, അല്ലെങ്കിൽ ട്രിയാറ്റ് ആക്ഷൻ. ചില സാഹചര്യങ്ങളിൽ ചില പ്രത്യേക സ്വഭാവങ്ങൾ അങ്ങനെ മനസ്സിലാക്കി. ഇപ്പോൾ കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള ജോലി ആക്കുമ്പോൾ സാമൂഹികപരതയ്ക്കാരം വർദ്ധിക്കേണ്ടത്. സൃഷ്ടിപരമായ ജോലി ആകുമ്പോൾ തുറന്ന സാധനക്കാരൻ. ഇങ്ങനെ മൂല്യങ്ങൾ, വാല്യൂസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്താണ് ശരി, നല്ലത്, പ്രധാനപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന അടിസ്ഥാന ധാരണകളെയാണ് മൂല്യങ്ങൾ എന്ന് പറയുക. ഒന്ന് മനോഭാവങ്ങൾ സ്വാധീനിക്കും, പ്രചോദനം സ്വാധീനിക്കും, തീരുമാനങ്ങൾ സ്വാധീനിക്കും. ഇത് 3 ഇപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ള ഇതിൽ. ടെർമിനൽ വാല്യൂസും ഇൻസ്ട്രുമെൻ്റൽ വാല്യൂസും ഉണ്ട്. ടെർമിനൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, സന്തോഷം, സ്വാതന്ത്ര്യം, സമാധാനം, ആരോഗ്യം, സാമ്പത്തികം. ഇൻസ്ട്രുമെൻ്റൽ പറഞ്ഞാൽ ലക്ഷ്യം നേടാനുള്ള മാർഗ്ഗങ്ങൾ, സത്യസന്ധത, കഠിനാധ്വാനം, ഉത്തരവാദിത്വം, ധൈര്യം, കരുണ, അങ്ങനത്തെ സംഭവം. ഇനി ഹോളൻസ് പേഴ്സണാലിറ്റി ജോബ് ഫിറ്റ് തിയറി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വവും ജോലിയും തമ്മിലുള്ള
പൊരുത്തുണ്ടെങ്കിൽ കൂടുതൽ ജോലി സംതൃപ്തി ഉണ്ടാവും, അങ്ങനെ കുറച്ച് വിരമിക്കൽ അല്ലെങ്കിൽ രാജ്യസന്നദ്ധ കുറയും. ഇനി 6 വ്യക്തിത്വ വിഭാഗങ്ങളുണ്ട്. ഒന്ന് റിയലിസ്റ്റിക് പറയുമ്പോൾ അതിൽ ഉദാഹരണം എഞ്ചിനീയർ, കർഷകൻ. ഇൻവെസ്റ്റിഗേറ്റീവ് ആകുമ്പോൾ ശാസ്ത്രജ്ഞൻ, സോഷ്യൽ ആകുമ്പോൾ അധ്യാപകൻ, കൺവെൻഷൻ ആകുമ്പോൾ അക്കൗണ്ടൻറ്റ്, എൻ്റർപ്രൈസിങ് ആകുമ്പോൾ അഭിഭാഷകൻ, സെയിൽസ്മാൻ, അങ്ങനെയൊക്കെ. ആർട്ടിസ്റ്റിക് ആണെങ്കിൽ എഴുത്തുകാരൻ, സംഗീതജ്ഞൻ, അത് വായനക്കാരൻ, അങ്ങനത്തെ ഒരു സാധനം. പിന്നെ പേഴ്സണൽ ഓർഗനൈസേഷൻ ഫിറ്റ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ മൂല്യങ്ങൾ സ്ഥാപനത്തിൻ്റെ സംസ്കാരം പൊരുത്തപ്പെടുമ്പോൾ എന്താ കൂടുതൽ സംതൃപ്തി ഉണ്ടാവും, ഒരു പ്രതിബദ്ധത ഉണ്ടാവും ജോലിയായിട്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ രാജി കുറയും. ഈ ഓപ്സൈഡ്സ് കൾച്ചറൽ ഡൈമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് പവർ ഡിസ്റ്റൻസ്, അധികാര വ്യത്യാസങ്ങൾ എത്രമാത്രം അംഗീകരിക്കുന്നു. ഇൻഡിവിജ്വലിസം തന്നെ കളക്റ്റീവിസം. പിന്നെ വ്യക്തിഗത നേട്ടമോ കൂട്ടായ്മോ, അല്ലെങ്കിൽ മത്സരാർത്ഥികമോ, അല്ലെങ്കിൽ പരിപാലന മനോഭാവം. അനിശ്ചിതത്വം എത്രമാത്രം ഒഴിവാക്കും. ദീർഘകാല ലക്ഷ്യങ്ങൾക്കാണല്ലോ കൂടുതൽ പ്രാധാന്യം. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ലോങ് ടൈം ഓറിയൻറ്റേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഗ്ലോബൽ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ലോക സംസ്കാരങ്ങൾ പഠിക്കുന്ന മറ്റൊരു മാതൃകയാണ്. വലിയ കാര്യമായിട്ട് 9 ഘടകമാണ്. ഒന്ന് അസർട്ടീവ്നെസ്, ഫ്യൂച്ചർ ഓറിയൻറ്റേഷൻ, ജെൻഡർ ഡിഫറൻറ്റേഷൻ, അൺസർട്ടനിറ്റി, അവയർനെസ്, പവർ ഡിസ്റ്റൻസ്, ഇൻ ഗ്രൂപ്പ് കളക്ഷൻ, വുമൻ ഓറിയൻറ്റേഷൻ, പെർഫോമൻസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. അതിന് അവസാനമായിട്ട് ചുരുക്കത്തിൽ വ്യക്തിത്വം, വ്യക്തി അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്നുള്ള ജോലി പെരുമാറ്റത്തെ ശക്തമായി സ്വാധീനിക്കുന്നതാണ്. ബിഗ് 5 ഏറ്റവും വിശ്വസനീയമായ, നമ്മൾ നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങൾ വീക്ഷണമായ വ്യക്തി മാതൃകയാണ്. MPADL ജനപ്രിയമാണെങ്കിലും ശാസ്ത്രീയ പിന്തുണ കുറവാണ്. വ്യക്തിത്വവും സാഹചര്യവും ചേർന്നതാണ് പെരുമാറ്റം നിർണ്ണയിക്കാൻ പറ്റും. അതുപോലെ തന്നെ മൂല്യങ്ങൾ ഒരുപാട് എന്തൊക്കെ നമുക്ക് നല്ലത് തോന്നുന്ന സാധനങ്ങളാണ് മൂല്യങ്ങൾ. അപ്പോൾ പേഴ്സൺ ജോബ് ഫിറ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഫിറ്റ്, രണ്ടും ജോലിക്കും നിർണായകമാണ്, സംതൃപ്തിക്കും ഇത് കിട്ടും. ആളുകളുടെ സ്ഥാപനത്തിൽ ഈ ഓഫ് സൈഡിൻ്റെ ഗ്ലോബൽ മാതൃകകളും സഹായിക്കുകയും ചെയ്യും. അസ്സലാമു അലൈക്കും.